ഹായ്, കണ്ടായിരിക്കുന്ന ഐറ്റങ്ങൾ. ഇന്ന് മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ പോകണം. മൈസൂർ പാക്ക്. കടലമാവുണ്ട്, പഞ്ചസാര ഉണ്ട്, ഇതാ നെയ്യുണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്. ഇത് കണ്ട കപ്പ്. ഈ കപ്പിൽ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1 കപ്പ് കടലമാവ്, അതാ 1 കപ്പ് പഞ്ചസാര. 1 കപ്പല്ല, പകുതിയും കൂടെ വേണം. 1.5 കപ്പ് വേണം. 1.5 കപ്പ് പഞ്ചസാര വേണം. അപ്പം ഇപ്പം ഞാൻ 1 കപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ 1/2 കപ്പും കൂടെ എടുക്കാം. പിന്നെ എന്തോന്നാണ്, അതായത് ഈ കപ്പിനാണ് ഞാൻ മാവ് അളന്നത്. അപ്പോൾ ഈ കപ്പിന് തന്നെ 1 കപ്പ് നെയ്യും 1 കപ്പ് എണ്ണയും. അങ്ങനെ ഇത് 2 കപ്പുണ്ട്. ഇതുപോലത്തെ 2 കപ്പുണ്ട്. ഏത് കപ്പിനാണ് നമ്മൾ അളക്കുന്ന അതിൻ്റെ ഇരട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെയാണ് എടുത്ത 1 കപ്പ് എണ്ണയും എടുത്ത് 1 കപ്പ് നെയ്യും എടുത്ത്. അപ്പം എന്തായാലും ഇതാദ്യം ഒന്ന് ചൂടാക്കാമേ. രണ്ടും കൂടെ ഒഴിച്ച്. കപ്പ് ഇതിലുള്ള ഒരെണ്ണേ ഉള്ളത് കൊണ്ട് ഞാൻ 2 കൂടെ എടുത്തേ മിക്സ് ചെയ്ത് വെച്ചതാണ്. നെയ്യ് അലിഞ്ഞ് വരുന്നുണ്ട്. നെയ്യ് അലിഞ്ഞ് കേട്ടാ. അലിഞ്ഞ് താണ്ട ചൂടാവുന്നുണ്ട്. ചൂടായി, എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടാ. ഇനി അടുത്തത് നമുക്ക് ശർക്കര അല്ല പഞ്ചസാര, അതൊന്ന് അലിയിച്ചെടുക്കണം. ഇത് 1 കപ്പ്. ഇനി 1/2 കപ്പും കൂടെ എടുക്കണേ. ഇതാ 1.5 കപ്പ്. അതിലോട്ട് നല്ല വെള്ളം ചേർക്കാമേ. കുറച്ച് വെള്ളം മതി. ഇത് മതി. ഇതിലൊരു ഗ്ലാസ് എടുത്ത് എന്നിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ചെറിയ ഇത് വന്നു കേട്ടാ. ഇനി ഇതിലോട്ട് മാവെടുത്തേ കുറേശ്ശെ ഇട്ടതേ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി സമയം എടുത്ത് മിക്സ് ചെയ്യണം. കൂടിപ്പോയി, എടുത്ത് തട്ടി കൊടുക്കും. സ്പൂൺ ഇട്ടാൽ മതിയായിരുന്നു. ഒരു ഇതൊക്കെ കട്ട പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ പൊടിക്കണം. എങ്കിലും ചെറിയ കട്ട കാണും. ഇനി നമ്മൾ ഈ എണ്ണ എടുത്ത് ഇതിലൊഴിക്കും. എണ്ണ ഒഴിക്കുമ്പോൾ ഒരു വിധമുള്ള കട്ടയൊക്കെ അങ്ങ് പൊടിഞ്ഞങ്ങ് പോകും. അപ്പോൾ അതാ കട്ടയൊക്കെ പൊടിഞ്ഞ് നല്ല അടിപൊളിയായി. ഇനി എണ്ണ ഉണ്ടല്ലോ, ഇതാ എണ്ണ ചൂടുണ്ട്. ചെറിയ ചൂടോടെ ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റെപ്പായി ഒഴിക്കാവൂ കേട്ടോ. ആ ഒഴിച്ച എണ്ണ ഇതിലങ്ങ് പിടിച്ച് കേട്ടോ. വീണ്ടും ഒഴിച്ച് വീണ്ടും ഇളക്കണം. നല്ല ബബിള് പോലെ വരും. നമ്മൾ ഈ മൈസൂർ പാക്കൊക്കെ ഇല്ല പൊടിക്കുമ്പോൾ അതിൻ്റെ അകത്തില്ല എന്തുവാണ് മറ്റേ ഹോള് പോലെയല്ലേ ഇരിക്കുന്നത്, കുഞ്ഞു അതുപോലെ ആവും. ഇതാ ഈ ഒരു പരിവായി കേട്ടാ. ഇനിയിപ്പോൾ എണ്ണ പിടിക്കൂല. എണ്ണ വെളിയിൽ ഇറങ്ങുന്നു. എണ്ണ കറക്റ്റായി. എന്നിട്ട് ഇത്ര ബാക്കി വന്നു കേട്ടാ. കുറച്ച് ബാക്കി വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് മാറ്റി വെച്ചിരിക്കാം. വേറെ എന്തിനെങ്കിലും കൊടുക്കാം. ഇനി കുറച്ച് ഏലക്ക പൊടിയും കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാമേ. ആദ്യം ഇരുന്നത് ഇതും കൂടെ നോക്കി കേട്ടാ. ഹോള് വീണം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മുമ്പ് മേടിച്ചതാ. അപ്പം കേക്ക് ഉണ്ടാക്കൊന്നുമില്ല കണ്ട. അപ്പം 2 എണ്ണ എടുത്തിട്ടേ എണ്ണയും തടവി വെച്ചിട്ടുണ്ട്, നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന് ഇതിലോട്ട് തട്ടി കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യും. ആ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണേ. ഇതിലും വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കട്ടെ. അപ്പോൾ ലെവലായിട്ടുണ്ട് കേട്ടോ. നല്ല ലെവലാക്കി. ഇനി ആ ചെറിയ ചൂടോടെ തന്നെ പീസാക്കി വെക്കാമേ. ചൂടുണ്ട് കേട്ടോ, പാത്രത്തിൽ നല്ല ചൂട്.
എൻ്റെ ഒന്നൊന്നര ഇളക്കലായിപ്പോയി. പെട്ടെന്ന് ഏതാണ്ട് ഇങ്ങനെ അങ്ങ് വലിച്ചെടുത്തപ്പോൾ അങ്ങ് പൊടിഞ്ഞു പോയി. അപ്പോൾ ഇത്തിരി സമാധാനത്തിൽ നിന്നേ പൊടിക്കാവൂ കേട്ടോ. അപ്പോൾ നാണ്ട ഇവിടെ ലെവലായി. അപ്പോൾ എന്തായാലും തണുത്തില്ല കേട്ടോ, ചെറിയൊരു ചൂടുണ്ട്. എന്തായാലും തട്ടിയിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ കട്ടിങ് ഒന്നും ശരിയായില്ല. വേണ്ട, കട്ട് ചെയ്തത് ഇനി കയറി വന്നില്ല കേട്ടോ. എങ്കിലും കേട്ടോ, അകത്ത് കണ്ടത്തിരി ഡാർക്ക് കളറും പുറത്തായിട്ട് ലൈറ്റ് കളറുമാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി കേട്ടോ, സൂപ്പർ. നെയ്യും മധുരമൊക്കെ അടിപൊളി. നെയ്യിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നെയ്യ് ഉണ്ടെങ്കിൽ ഒരുപാട് ചേർത്ത്. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതൊക്കെ ചേർക്കുമെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. പക്ഷേ സൂപ്പർ ടേസ്റ്റ് കേട്ടോ, അടിപൊളി. ഏലക്കയുടെ ആ മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇത്തിരി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി നിൽക്കണം. അപ്പം കുറച്ച് സമയം അതിന് പിടിക്കും. പക്ഷെ അങ്ങനെ നിന്നാലെന്ത് നല്ല സൂപ്പറായിട്ട് വേണ്ട ഉണ്ടാക്കിയെടുത്തില്ലേ. സൂപ്പർ തന്നെയായിട്ട് അടിപൊളി. പിന്നെ കട്ട് ചെയ്തപ്പോൾ എൻ്റെ ഷേപ്പ് കട്ട് ചെയ്തതാണ് ശരിയാവാത്ത. ഞാൻ ഇങ്ങനെ ഒരു തടിയൊക്കെ അറുക്കണ പോലെ ഇങ്ങനെ ഇട്ടറിയിട്ടുണ്ട്. അതനുസരിച്ച് സമാധാനത്തിൽ നിന്ന് കട്ട് ചെയ്താൽ ഓക്കെ ആവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.